മാർവൽ സ്റ്റുഡിയോസിന്റെ പ്രൊഡക്ഷനിൽ പുറത്തിറങ്ങിയ ടോബി മാർഗറിയുടെ സ്പൈഡർമാൻ സീരീസിലെ രണ്ടാം സിനിമയായ സ്പൈഡർമാൻ 2 എന്ന മൂവിയുടെ സെക്കൻഡ് പാർട്ട് വീഡിയോ ആണിത്. ഇതിന്റെ ആദ്യ പാർട്ട് കാണാത്തവർ മുകളിൽ വരുന്ന ഐക്കാർഡിലോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കുന്ന ലിങ്കിലോ ക്ലിക്ക് ചെയ്ത് ആദ്യ പാർട്ട് കണ്ടതിന് ശേഷം മാത്രം രണ്ടാം പാർട്ട് കാണാൻ ശ്രമിക്കുക. വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് ഒരു കാര്യം പറഞ്ഞോട്ടെ, നിങ്ങളൊരു സ്പൈഡർമാൻ ഫാനാണോ? സ്പൈഡർമാനെ പോലെ ആകാൻ കഴിഞ്ഞിരുന്നെങ്കിലെന്ന് ആഗ്രഹിച്ചിരുന്ന ഒരാളാണ്. എന്നാൽ ഇതാ സ്പൈഡർമാനെ പോലെ കയ്യിൽ നിന്ന് വലയിടാൻ പറ്റുന്ന ഒരു കിടിലൻ ടോയ്. സ്പൈഡർമാൻ ആയിക്കൊണ്ട് വീട്ടുകാരുടെയും കൂട്ടുകാരുടെയും മുന്നിലേക്ക് ഷോ കാണിക്കാൻ പറ്റിയ ഒരു സൂപ്പർ ഐറ്റം. കുട്ടികൾക്ക് ഏറെ ഇഷ്ടപ്പെടുന്ന ഈ സാധനം നിങ്ങൾക്ക് സ്വന്തമാക്കാം വെറും 349 രൂപയ്ക്ക്. വാങ്ങാൻ താല്പര്യമുള്ളവർ ഉടൻ തന്നെ കമന്റ് ബോക്സിലോ ഡിസ്ക്രിപ്ഷൻ ബോക്സിലോ കൊടുത്തിരിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ഓർഡർ ചെയ്യൂ. വാങ്ങിയ ശേഷം അതുപയോഗിച്ചുള്ള നിങ്ങളുടെ ഫോട്ടോസ് ഞങ്ങൾക്ക് സെൻഡ് ചെയ്യൂ. തിരഞ്ഞെടുക്കുന്ന മികച്ച 5 ഫോട്ടോസ് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. അതോടൊപ്പം മികച്ച ഒരു ഫോട്ടോയ്ക്ക് സമ്മാനവും കിട്ടുന്നതാണ്. ഇനി നമുക്ക് കഥയിലേക്ക് കടക്കാം. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞത് ഒക്ടോവിയസ് വന്ന് മേരി ജെയിനെ പിടിച്ചുകൊണ്ടു പോകുന്നതും ഇത് കണ്ട് പുറത്തേക്ക് ഇറങ്ങി വരുന്ന പീറ്ററിന് തന്റെ ശക്തി തിരിച്ചു കിട്ടിയത് അറിയുന്നതും വരെയാണ്. ഇതോടെ അവൻ ഒക്ടോവിയസുമായി ഒരു പൊരിഞ്ഞ ഫൈറ്റിന് തയ്യാറാവുന്നു. പിന്നീട് കാണിക്കുന്നത് പത്ര ഓഫീസാണ്. അവിടെ വെച്ചിരിക്കുന്ന സ്പൈഡർമാന്റെ സ്യൂട്ട് മാനേജർ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിനെപ്പറ്റി ഓരോന്ന് പറഞ്ഞ ശേഷം അയാൾ തിരിയുമ്പോൾ ഒരു വല്ലാത്ത സൗണ്ട് കേൾക്കുകയും നോക്കുമ്പോൾ സാധനം അതിനിടയിൽ സ്പൈഡർമാൻ കൊണ്ടുപോയതായി മനസ്സിലാവുകയും ചെയ്യുന്നു. അങ്ങനെ പീറ്റർ വീണ്ടും സ്പൈഡർമാനായി മേരി ജെയിനെ തേടി ഒക്ടോവിയസ് പറഞ്ഞ സ്ഥലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പോയി ഒടുവിൽ നേരെ അവൻ ക്ലോക്ക് ടവറിൽ എത്തുകയും അവൾ എവിടെയെന്ന് ചോദിക്കുകയും ചെയ്യും. അവളെ അങ്ങനെ പെട്ടെന്നൊന്നും തരാൻ പറ്റില്ലെന്ന് അവൻ പറയുമ്പോൾ സ്പൈഡർമാൻ അവിടേക്ക് ചെല്ലുകയും അവർ തമ്മിൽ ഫൈറ്റ് തുടങ്ങുകയും ചെയ്യുന്നു. അങ്ങനെ രണ്ടുപേരും പൊരിഞ്ഞ ഫൈറ്റ് നടത്തുന്നതിനിടെ പീറ്റർ താഴേക്ക് വീഴുകയും ക്ലോക്കിന്റെ സൂചി ഉൾപ്പെടെ ഒടിഞ്ഞ് താഴേക്ക് വീണുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. പെട്ടെന്ന് സ്പൈഡർമാൻ വലയിട്ട് പിടിച്ചു തൂങ്ങുകയും ക്ലോക്കിന്റെ സൂചി പിടിച്ച ശേഷം അത് മുകളിലേക്ക് വലിച്ചെറിഞ്ഞ് ഒക്ടോവിയസ് മറിഞ്ഞു വീഴുകയും ചെയ്യുന്നു. ഇതോടെ അയാൾ ദേഷ്യത്തോടെ എഴുന്നേറ്റ് അത് ഒടിച്ചെടുക്കുകയും രണ്ടും സ്പൈഡർമാന്റെ നേർക്ക് എറിയുന്നതോടെ അതിൽ നിന്ന് രക്ഷപ്പെട്ട് അവൻ ഒക്ടാവിയസിനെ വലയിൽ പിടിച്ച് വലിച്ച് താഴേക്ക് ഇടുകയും ചെയ്യുന്നു. ഇതോടെ രണ്ടുപേരും നേരെ ചെന്ന് അതുവഴി പോയ ട്രെയിനിന്റെ മുകളിൽ വീണിരിക്കുകയാണ്. യാത്രക്കാരെല്ലാം എന്താണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലാവാതെ നിൽക്കുന്നു. അങ്ങനെ ട്രെയിനിന്റെ മുകളിൽ എഴുന്നേറ്റ് നിന്ന ശേഷം രണ്ടുപേരും അവിടെ വെച്ച് പിന്നെയും ഫൈറ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. പല അപകടങ്ങളിൽ നിന്നും അവർ രക്ഷപ്പെട്ട് പൊരിഞ്ഞ പോരാട്ടം നടന്നുകൊണ്ടിരിക്കുകയും ഇതിനിടെ അവൻ സ്പൈഡർമാനെ വലിച്ചെറിയുകയും അവൻ അവിടുത്തെ പാലത്തിന്റെ ബ്ലോക്കുകളുടെ ഇടയിലൂടെ വീണ്ടും ഒക്ടാവിയസിനെ അടിക്കുകയും ചെയ്യുന്നു. അങ്ങനെ അവർ ട്രെയിനിന്റെ സൈഡിൽ കിടന്ന് അടിയുണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. സ്പൈഡർമാനെ ട്രെയിനിന്റെ ഉള്ളിലേക്കൊക്കെ അടിച്ചു പിടിച്ച് പൊരിഞ്ഞ ഫൈറ്റ് നടക്കുന്നു. അങ്ങനെ വീണ്ടും വെളിയിൽ നിന്ന് അവർ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടെ അവൻ കയറി പോവുകയും പീറ്റർ നോക്കുമ്പോൾ പുറകിൽ നിന്ന് ട്രെയിൻ വരുന്നത് കണ്ട് അതിൽ നിന്ന് കഷ്ടിച്ച് രക്ഷപ്പെടുകയും ചെയ്യുന്നു. അതെല്ലാം കഴിഞ്ഞ് പിന്നെയും മുകളിലേക്ക് കയറി നോക്കുമ്പോൾ അവിടെ എങ്ങും ഒക്ടാവിയസിനെ കാണുന്നില്ല. ട്രെയിനിന്റെ താഴേക്ക് നോക്കുമ്പോൾ അടിയിലുണ്ടെന്ന് മനസ്സിലാക്കി അവിടേക്ക് ഇറങ്ങുന്നതിനിടെ എതിരെ വന്ന് അവൻ അടിച്ച് സ്പൈഡർമാനെ താഴേക്ക് ഇടുകയും ഇതോടെ ട്രെയിനിൽ തന്റെ വല പിടിച്ച് തൂങ്ങി റോഡിലൂടെയൊക്കെ നിരങ്ങി ആടി നേരെ ബിൽഡിംഗിൽ ചാടി ചവിട്ടി ഒക്ടോവിയസിന്റെ അടുത്തേക്ക് വരുന്നു. ഇതോടെ അവൻ ട്രെയിനിന്റെ ഉള്ളിൽ നിന്ന് രണ്ടുപേരെ പിടിക്കുകയും സ്പൈഡർമാന്റെ നേർക്ക് എറിയുകയും ചെയ്യുമ്പോൾ അവൻ അവരെ ഓരോരുത്തരെയായി പിടിച്ച് വലയുണ്ടാക്കി അതിലേക്ക് സേഫ് ആയിട്ട് ഇടുന്നു. ഇതോടെ ദേഷ്യം വരുന്ന ഒക്ടോവിയസ് നേരെ ട്രെയിനിന്റെ മുന്നിലേക്ക് ചെല്ലുകയും ലോക്കോ പൈലറ്റിനെ അടിച്ചിട്ട ശേഷം ട്രെയിനിന്റെ സ്പീഡ് ഫുള്ള് കൂട്ടുകയും ചെയ്യുന്നു. ശേഷം അതിന്റെ ലിവർ ഫുള്ള് വലിച്ചിളക്കിയെടുത്ത് അവിടേക്ക് വന്നെത്തുന്ന സ്പൈഡർമാന്റെ കയ്യിലേക്ക് ഇട്ടുകൊടുക്കുകയും പറ്റുമെങ്കിൽ രക്ഷിക്കാൻ പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് പോവുകയും ചെയ്യുന്നു. സ്പൈഡർമാൻ നോക്കുമ്പോൾ ഇതിന്റെ ബ്രേക്ക് പോയെന്നും കൺട്രോൾ കിട്ടുന്നില്ലെന്നും പൈലറ്റ് വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇതിനിടെ സർക്യൂട്ട് ഉണ്ടാവുകയും മുഖത്ത് തീ പിടിക്കുന്നതോടെ സ്പൈഡർമാൻ മാസ്ക് ഊരുകയും ചെയ്യുന്നു. അപ്പോഴാണ് അവൻ ആ കാര്യം ശ്രദ്ധിക്കുന്നത്. അങ്ങ് ദൂരെ ഒരിടത്ത് ചെന്ന് ട്രെയിനിന്റെ പാളം തീരുകയാണ്. ഇതോടെ അവൻ ഫ്രണ്ടിലേക്ക് ചാടി ഇറങ്ങുകയും എല്ലാവരോടും പിടിച്ചിരിക്കാൻ പറയാൻ പറഞ്ഞുകൊണ്ട് അവൻ താഴേക്ക് ചാടിയ ശേഷം കാലുപയോഗിച്ച് ട്രെയിൻ തടഞ്ഞു നിർത്താൻ ശ്രമിക്കുകയും ചെയ്യുന്നു. എന്നാൽ എത്രയൊക്കെ ശ്രമിച്ചിട്ടും അവനെ കൊണ്ട് അതിന് കഴിയുന്നില്ല. ഇതോടെ ആ ഐഡിയ വർക്കൗട്ട് ആവില്ലെന്ന് അവന് മനസ്സിലാവുന്നു. ട്രെയിനിലുള്ള എല്ലാവരും വളരെയേറെ പേടിച്ചിരിക്കുകയാണ്. ഇതോടെ അവൻ തന്റെ വലയിട്ട് അപ്പുറത്തും ഇപ്പുറത്തുമുള്ള ബിൽഡിങ്ങുകളിൽ പിടിച്ച ശേഷം ട്രെയിൻ നിർത്താൻ ശ്രമിക്കുന്നു. എന്നാൽ വല നല്ല രീതിയിൽ വലിയുന്നതോടെ ബിൽഡിംഗ് എല്ലാം ഇളകി വരികയും അവൻ വീഴാൻ പോവുകയും ചെയ്യും. പിന്നെയും എഴുന്നേറ്റ് നിന്ന ശേഷം ഈ ഐഡിയ വർക്കൗട്ട് ആകുമെന്ന് മനസ്സിലാക്കുന്ന അവൻ രണ്ട് സൈഡിലേക്കും തുരുതുരെ വലയിടാൻ തുടങ്ങുന്നു. അങ്ങനെ ഒരുപാട് വലകൾ അവൻ ചുറ്റും ഇട്ടുകൊണ്ടിരിക്കുകയാണ്. ശേഷം ആ വലകളെല്ലാം പിടിച്ച് വളരെ ശക്തിയായി ട്രെയിൻ വലിച്ചു നിർത്താൻ ശ്രമിക്കുന്നു. പാളമാണെങ്കിൽ തീരാറായിക്കൊണ്ടിരിക്കുകയാണ്. അവൻ തന്റെ സർവ്വശക്തിയും എടുത്ത് വലിച്ച് ട്രെയിനിന്റെ വേഗത കുറയ്ക്കുകയും അങ്ങനെ കുറഞ്ഞ് ഒടുവിൽ എല്ലാം ഇടിച്ചു തകർത്ത് താഴെ വീഴുന്നതിന് തൊട്ടു മുമ്പ് ട്രെയിൻ നിൽക്കുകയും ചെയ്യുന്നു. ഇതോടെ പീറ്ററിന്റെ കിളി പോയി ആകെ തളർന്ന് മറിഞ്ഞു വീഴാൻ പോവുകയും അകത്തുള്ള ആളുകൾ അവനെ താങ്ങി നിർത്തിയ ശേഷം സഹായിച്ച് എടുത്ത് ട്രെയിനിന്റെ ഉള്ളിലേക്കാക്കുകയും അവിടെ ഒരിടത്ത് അവനെ എല്ലാവരും കൂടി കിടത്തുകയും ചെയ്യുന്നു. എല്ലാവരും അവന്റെ മുഖം കണ്ടിരിക്കുകയാണ്. ഇവനൊരു കൊച്ചു പയ്യനാണല്ലോ എന്നൊക്കെ അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അല്പം കഴിഞ്ഞ് പീറ്ററിന് ബോധം വന്ന് നോക്കുമ്പോൾ എല്ലാവരും അവനെ കണ്ടിരിക്കുകയാണ്. മുഖംമൂടി ഇല്ലെന്നോർത്ത് അവൻ ആകെ വിഷമിച്ച് എഴുന്നേൽക്കുമ്പോൾ അതിലുള്ള 2 കുട്ടികൾ അവന്റെ അടുത്തേക്ക് വന്ന് മുഖംമൂടി കൊണ്ട് കൊടുക്കുകയും നിന്റെ മുഖം കണ്ട കാര്യം ഞങ്ങൾ ആരോടും പറയില്ലെന്ന് അവർ പറയുകയും ചെയ്യുന്നു. ഇതോടെ അവന് വളരെയേറെ സന്തോഷമാവും. അങ്ങനെ അവൻ പിന്നെയും മുഖംമൂടി ഇട്ടിരിക്കുകയാണ്.
ശേഷം പതിയെ എഴുന്നേറ്റ് നിൽക്കുന്നതിനിടെ എല്ലാം തകർത്തുകൊണ്ട് ഒക്ടോവിയസ് അവിടേക്ക് കയറി വരുന്നു. അവൻ എനിക്കുള്ളതാണെന്ന് ഒക്ടോവിയസ് പറയുമ്പോൾ ഒരാൾ ഫ്രണ്ടിൽ കയറി നിന്ന് എന്നെ കൊന്നിട്ടേ നീ അവനെ തൊടതുള്ളെന്ന് പറയുന്നു. എന്നെയും കൊല്ലേണ്ടി വരുമെന്ന് പുറകിൽ നിന്ന് ഓരോരുത്തരായി വിളിച്ചു പറയുകയും എല്ലാവരും ചേർന്ന് സ്പൈഡർമാനെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുകയും ചെയ്യുന്നു. ഇതോടെ അവൻ എല്ലാവരെയും അടിച്ച് നിരത്തി സ്പൈഡർമാനെ പിടികൂടാൻ തയ്യാറായിരിക്കുകയാണ്. ഇതോടെ എന്നെ വിട്ടുകൊടുക്കാൻ അവൻ എല്ലാവരോടും പറയുകയും അവൻ സ്വയം കീഴടങ്ങുകയും ചെയ്യുന്നു. ഇതോടെ ഒക്ടോവിയസ് അവനെ അടിച്ച് താഴെയിട്ടിരിക്കുകയാണ്. പിന്നീട് ഹാരി വീട്ടിൽ നിൽക്കുമ്പോൾ ഒക്ടോവിയസ് സ്പൈഡർമാനുമായി അവിടേക്ക് വന്നിരിക്കുകയാണ്. അങ്ങനെ അയാൾ സ്പൈഡർമാനെ ഒരിടത്ത് കിടത്തിയ ശേഷം ട്രിഡിയം തരാൻ പറയുകയും ഉടൻ തന്നെ ഹാരി അവിടുത്തെ ലോക്കർ തുറന്ന് ട്രിഡിയം അവനെ കാണിച്ചു കൊടുക്കുകയും ചെയ്യുന്നു. ഹാരി ആണെങ്കിൽ ഈ സമയത്ത് സ്പൈഡർമാനോടുള്ള ദേഷ്യത്തിൽ നിൽക്കുകയാണ്. അപ്പോഴേക്കും ട്രിഡിയവും എടുത്തുകൊണ്ട് ഒക്ടോവിയസ് അവിടെ നിന്ന് പോയിരുന്നു. ഉടൻ ഹാരി അവിടെ ഇരുന്ന ഒരു കത്തി എടുക്കുകയും കെട്ടിയിട്ടിരുന്ന സ്പൈഡർമാന്റെ അടുത്തേക്ക് വന്ന ശേഷം ഞാൻ നിന്നെ കൊല്ലാൻ പോവുകയാണെന്നും മരണത്തിന്റെ വേദന എന്താന്ന് നീ അനുഭവിക്കുന്നത് എനിക്ക് കാണണമെന്നും പറഞ്ഞുകൊണ്ട് അവൻ മുഖംമൂടി ഊരിയെടുക്കുകയും പീറ്ററിനെ കാണുന്ന അവന്റെ കിളി മുഴുവൻ പറന്നു പോവുകയും ചെയ്യും. അവന് വിശ്വസിക്കാൻ കഴിയുന്നില്ല. അപ്പോഴേക്കും പീറ്റർ എല്ലാം പൊട്ടിച്ച് ചാടി എഴുന്നേൽക്കുകയും അയാൾ എന്തിനാണ് നിന്റെ അടുത്തേക്ക് വന്നതെന്ന് പീറ്റർ ചോദിക്കുകയും ചെയ്യുന്നു. ട്രിഡിയം എടുക്കാനാണെന്ന് അവൻ പറയുമ്പോൾ ആ ട്രിഡിയം അയാൾ കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ അതിനർത്ഥം വീണ്ടും അയാൾ ആ യന്ത്രം ഉണ്ടാക്കുകയാണ്. അത് സംഭവിച്ചാൽ ന്യൂയോർക്ക് മുഴുവനും നശിക്കും എന്ന് പീറ്റർ പറയുമ്പോൾ നീയാണല്ലേ എന്റെ അച്ഛനെ കൊന്നതെന്ന് ഹാരി ചോദിക്കും. ഇത് കേട്ട് പീറ്റർ വല്ലാതെയാവുകയും അതിനേക്കാളും വലിയ പ്രശ്നമാണ് ഇപ്പോൾ നടക്കാൻ പോകുന്നതെന്നും അതെങ്ങനെയെങ്കിലും തടഞ്ഞേ പറ്റുള്ളൂ എന്നും പീറ്റർ പറയും. അങ്ങനെ ഒക്ടോവിയസ് തന്റെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവിടെ കെട്ടിയിട്ടിരിക്കുന്ന മേരി ജെയിൻ അവനോട് നിനക്ക് ആവശ്യമായ സാധനം കിട്ടിയില്ലേ, ഇനി എന്നെ വിട്ടൂടെ എന്നൊക്കെ ചോദിക്കുന്നു. നിന്നെ വിട്ടാൽ നീ പോയി പോലീസിനെ വിളിച്ചോണ്ട് വരും, പിന്നെ എനിക്ക് അവരോടെല്ലാം ഫൈറ്റ് ചെയ്യേണ്ടി വരും. സ്പൈഡർമാനും കൂടി മരിച്ചതുകൊണ്ട് എന്നെ തടയാൻ ആരുമില്ല, ഞാൻ ഈ ലോകം തന്നെ ഇല്ലാതാക്കുമെന്നൊക്കെ അയാൾ പറയും. ശേഷം അയാൾ തന്റെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ സമയം കൊണ്ട് സ്പൈഡർമാൻ അവിടേക്ക് എത്തുകയും നിന്നെ ഞാൻ രക്ഷിക്കാമെന്നൊക്കെ മേരി ജെയിനോട് പറയുന്നതിനിടെ ഒക്ടോവിയസ് അവനെ ആക്രമിക്കാൻ തുടങ്ങുകയും ചെയ്യും. അപ്പോൾ ആ ഹാരി നിന്നെ കൊന്നില്ലല്ലേ, എങ്കിൽ നിന്റെ അന്ത്യം എന്റെ കൈകൊണ്ടാണെന്ന് അയാൾ പറയുന്നതിനിടെ മിഷീന്റെ ഫ്യൂസ് വയർ സ്പൈഡർമാൻ ശ്രദ്ധിക്കുകയും അത് നിർത്താൻ പോകുന്നതിനിടെ ഒക്ടോവിയസ് അവനെ പിടികൂടി ദൂരേക്ക് വലിച്ചെറിയുകയും ചെയ്യുന്നു. തെറിച്ചു പോകുന്ന സ്പൈഡർമാൻ അപ്പോൾ തന്നെ വലയിട്ട് പിന്നെയും അതിന്റെ ഉള്ളിലേക്ക് എത്തി അവനെ അടിച്ച് താഴെയുള്ള വെള്ളത്തിലേക്ക് വീഴുന്നു. അവിടെ കിടന്ന് അവർ പൊരിഞ്ഞ് ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴേക്കും ട്രിഡിയത്തിന്റെ കൺട്രോൾ മുഴുവൻ നഷ്ടപ്പെട്ട് അവിടുത്തെ ഇരുമ്പ് സാധനങ്ങളെല്ലാം ഉള്ളിലേക്ക് വലിച്ചെടുക്കാൻ തുടങ്ങുന്നു. മേരി ജെയിന്റെ ചങ്ങലയും അതിനോടൊപ്പം ഉള്ളിലേക്ക് പോവുകയാണ്. ഇത് സ്പൈഡർമാൻ കാണുകയും അപ്പോഴേക്കും അവളുടെ വള്ളി വിട്ട് ട്രിഡിയത്തിലേക്ക് പോകുന്നതിനിടെ സ്പൈഡർമാൻ അവളെ പിടിച്ചുകൊണ്ട് ചങ്ങലയെല്ലാം പൊട്ടിച്ച് അവളെ രക്ഷിച്ച് കയ്യിലെടുക്കുന്നു. അപ്പോഴേക്കും ഒക്ടോവിയസ് അവനെ ആക്രമിച്ചിരിക്കുകയാണ്. അടിച്ച് പഞ്ചറാക്കിയ ശേഷം ഒക്ടോവിയസ് സ്പൈഡർമാനെ തൂക്കിയെടുക്കുകയും ഇനി നീ എന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടില്ലെന്ന് പറഞ്ഞുകൊണ്ട് അവനെ കുത്താൻ ശ്രമിക്കുമ്പോൾ സ്പൈഡർമാൻ സർക്യൂട്ട് വയർ പൊക്കി പിടിക്കുകയും അതിൽ നിന്ന് കറണ്ട് അടിച്ച് ഒക്ടോവിയസിന്റെ കിളിപോയി നിൽക്കുന്ന സമയം കൊണ്ട് സ്പൈഡർമാൻ വേഗം ചെന്ന് അതിന്റെ സർക്യൂട്ട് വയർ മുഴുവൻ ഇളക്കിയെടുക്കുകയും ചെയ്യും. ഇതോടെ എല്ലാവരും തെറിച്ച് വീണിരിക്കുകയാണ്. എന്നാൽ സ്പൈഡർമാൻ നോക്കുമ്പോൾ അതിന് യാതൊരു അനക്കവും സംഭവിച്ചിട്ടില്ല. അത് വളരെ ശക്തിയോടുകൂടി തന്നെ ഉള്ളിലേക്ക് വലിച്ചുകൊണ്ടിരിക്കുകയാണ്. സിറ്റിയിലുള്ള എല്ലാ ഇരുമ്പ് സാധനങ്ങളും അതിലടുത്തേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. ഇനി എന്ത് ചെയ്യുമെന്ന് മനസ്സിലാവാതെ സ്പൈഡർമാൻ ഒക്ടാവിയസിന്റെ നേർക്ക് തിരിയുകയും അയാളുടെ അടുത്തേക്ക് ചെന്ന് സംസാരിക്കുകയും ചെയ്യുന്നു. ഞാൻ പീറ്റർ ആണെന്ന് പറഞ്ഞുകൊണ്ട് അവൻ മുഖംമൂടി ഊരുമ്പോൾ ഓഹോ നീ ആയിരുന്നോ ഇതിന്റെ അകത്ത്, എന്നോട് ഇത്രയും നേരം ഫൈറ്റ് ചെയ്തതൊക്കെ നീ ആയിരുന്നോ എന്നൊക്കെ അയാൾ ചോദിച്ചുകൊണ്ടിരിക്കും. ഇതെങ്ങനെയെങ്കിലും നിർത്തിയേ പറ്റുള്ളൂ എന്നും ഇല്ലെങ്കിൽ വലിയ അപകടമാണെന്നും സ്പൈഡർമാൻ പറയുമ്പോൾ എന്നെ കൊണ്ട് അതിന് കഴിയില്ലെന്ന് പറഞ്ഞുകൊണ്ട് അയാൾ പീറ്ററിനെ പിടികൂടുന്നു. നിങ്ങളൊരിക്കൽ നല്ലവനാകുന്നതിനെ പറ്റി എന്നോട് സംസാരിച്ചിരുന്നു. ഒരു വ്യക്തി എന്തിനു വേണ്ടി ജീവിക്കണമെന്നും ലോകത്ത് നന്മ ചെയ്യണമെന്നും ഒക്കെ നിങ്ങൾ എന്നോട് പറഞ്ഞിരുന്നു. അങ്ങനെയൊക്കെ പറഞ്ഞ നിങ്ങളാണ് ഇന്ന് ഈ രീതിയിൽ പ്രവർത്തിക്കുന്നത്. ഈ കൈകൾ നിങ്ങളല്ലാതാക്കി മാറ്റി. നിങ്ങളിപ്പോൾ ഒരു ദുഷ്ടശക്തിയായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണെന്നൊക്കെ അവൻ പറയുന്നു. പക്ഷേ ഈ പ്രൊജക്ട് എന്റെ സ്വപ്നമാണെന്ന് ഒക്ടോവിയസ് പറയുമ്പോൾ ചില സമയങ്ങളിൽ നല്ലത് ചെയ്യണമെങ്കിൽ നമുക്ക് പ്രിയപ്പെട്ടവ നഷ്ടപ്പെടുത്തേണ്ടി വരുമെന്ന് പീറ്റർ പറയുന്നു. ഇത് കേട്ട് എന്ത് ചെയ്യണമെന്നറിയാതെ അയാൾ ഇരിക്കുമ്പോൾ ആ കൈകൾ അയാളോട് ഓരോന്ന് പറയാൻ ശ്രമിക്കുന്നു. എന്നാൽ നിന്നെ ഇനി അനുസരിക്കാൻ എനിക്ക് കഴിയില്ലെന്ന് ഒക്ടോവിയസ് അതിനോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇതോടെ കൈ ശാന്തമാവുന്നു. ഇതിനെ എങ്ങനെ നിർത്തുമെന്ന് സ്പൈഡർമാൻ ചോദിക്കുമ്പോൾ ഇതിനെ അങ്ങനെ നിർത്താൻ കഴിയില്ലെന്നും നദിയിൽ ആഴ്ത്താൻ മാത്രമേ പറ്റുള്ളൂ എന്നും പറയുന്നു. സ്പൈഡർമാൻ പോകാൻ തുടങ്ങുമ്പോൾ നീ പോണ്ടെന്നും അത് ഞാൻ തന്നെ ചെയ്തോളാമെന്നും പറഞ്ഞുകൊണ്ട് ഒക്ടോവിയസ് എഴുന്നേൽക്കുകയും അവൻ നേരെ നടന്ന് അതിനടുത്തേക്ക് ചെന്ന ശേഷം അതിൽ മുറുകെ പിടിച്ച് ഇളക്കാൻ തുടങ്ങുകയും ചെയ്യുന്നു. അങ്ങനെ പതിയെ അത് ഇളക്കിയെടുത്ത് പൂർണ്ണമായി വെള്ളത്തിലേക്ക് വീഴുകയാണ്. ഈ സമയം പീറ്റർ നോക്കുമ്പോൾ മേരി ജെയിൻ അവിടെ നിന്ന് താനാണ് സ്പൈഡർമാൻ എന്ന് കണ്ടിരിക്കുന്നു. പെട്ടെന്ന് പിന്നിലെ പാളി ഇളകി അവളുടെ മുകളിലേക്ക് വീഴുന്നത് കാണുന്ന പീറ്റർ ഓടിച്ചെന്ന് അത് തടഞ്ഞു നിർത്തുന്നു. ശേഷം അത് തലയിൽ വെച്ചുകൊണ്ട് അവളോട് ഓരോന്ന് സംസാരിക്കുകയാണ്. നീ എന്നെ ഇഷ്ടപ്പെടുന്നുണ്ടോന്ന് ഇപ്പോഴെങ്കിലും പറയാൻ അവൾ പറയുകയും ഉണ്ടെന്ന് അവൻ തുറന്നു പറയുകയും ചെയ്യുന്നു. ഈ സമയം കൊണ്ട് ഒക്ടോവിയസ് പൂർണ്ണമായി വെള്ളത്തിലേക്ക് പോവുകയും
ഇതോടെ സ്പൈഡർമാൻ എല്ലാം വലിച്ചെറിഞ്ഞ് അവളെയും എടുത്ത് അവിടെ നിന്ന് ചാടി പറന്നു പോവുകയും ചെയ്യുന്നു. ആ ബിൽഡിംഗ് പൂർണ്ണമായി വെള്ളത്തിനടിയിൽ മുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഒക്ടോവിയസും അതിനോടൊപ്പം വെള്ളത്തിനടിയിലേക്ക് പോയിരിക്കുന്നു. അങ്ങനെ എല്ലാം അവസാനിച്ച ശേഷം സ്പൈഡർമാനും മേരി ജെയിനും വലയിലിരിക്കുകയാണ്. നമുക്ക് ഇതുവരെ ഒരുമിച്ച് ജീവിക്കാൻ കഴിയാത്തത് ഞാൻ സ്പൈഡർമാൻ ആയതുകൊണ്ടായിരുന്നു. എന്റെ ചുറ്റും ഒരുപാട് അപകടങ്ങളും ശത്രുക്കളും ഉണ്ട്. നിന്നെ കൂടി അപകടത്തിലാക്കാൻ എനിക്ക് പറ്റില്ല. അതുകൊണ്ട് എന്നെ നോക്കാതെ മറ്റാരുടെയെങ്കിലും കൂടെ ജീവിക്കാൻ പീറ്റർ പറയുന്നു. ഉടൻ പോലീസൊക്കെ അവിടേക്ക് വന്നിരിക്കുകയാണ്. ഇതോടെ പീറ്റർ അവളെ പതിയെ താഴേക്ക് ഇറക്കുകയും സേഫ് ആക്കുകയും ചെയ്യുന്നു. ഉടൻ അവളെ കല്യാണം കഴിക്കാൻ പോകുന്നവൻ അവിടേക്ക് വരികയും അവളുടെ അടുത്തേക്ക് ഓടിച്ചെന്ന് അവളെ കെട്ടിപ്പിടിക്കുകയും ചെയ്യുന്നു. ഇതെല്ലാം പീറ്റർ കണ്ടുകൊണ്ട് നിൽക്കുകയാണ്. ശേഷം അവൻ മുഖം മൂടിയിട്ട് അവിടെ നിന്ന് പറന്നു പോവുകയും പീറ്ററിനെ സ്വന്തമാക്കാൻ പറ്റില്ലെന്ന് മനസ്സിലാക്കുന്ന മേരി ജെയിൻ അവനെ കെട്ടിപ്പിടിക്കുകയും ചെയ്യുന്നു. പിന്നീട് ഹാരി വീട്ടിലിരിക്കുകയാണ്. ഇതിനിടെ അകത്തെന്തോ ശബ്ദം കേട്ട് അവിടെ ആരെങ്കിലും ഉണ്ടോന്നൊക്കെ അവൻ ചോദിക്കുമെങ്കിലും എങ്ങും ആരെയും കാണുന്നില്ല. പെട്ടെന്ന് അവൻ തിരിഞ്ഞു നോക്കുമ്പോൾ അവിടുത്തെ കണ്ണാടിയിൽ അവന്റെ അച്ഛൻ നിൽക്കുകയാണ്. നിങ്ങൾ മരിച്ചതല്ലേ എന്നൊക്കെ അവൻ ചോദിക്കുമ്പോൾ ഞാൻ നിന്നിലൂടെ ഇപ്പോഴും ജീവിക്കുകയാണ്. സ്പൈഡർമാനോട് പകരം വീട്ടുമെന്ന് നീ എന്നോട് സത്യം ചെയ്തിട്ടുണ്ടായിരുന്നു. അത് നിറവേറ്റിയേ പറ്റുള്ളൂ എന്ന് പറയുമ്പോൾ പീറ്ററിന്റെ കൂട്ടുകാരനാണെന്ന് ഹാരി പറയും. അതിനേക്കാളും ഞാൻ നിന്റെ അച്ഛനാണെന്ന് അയാൾ പറയുകയും അവനെ ആകെ വിഷമമാവുകയും ചെയ്യുന്നു. നീ പണ്ടും ബലഹീനനായിരുന്നു, ഇപ്പോഴും ബലഹീനനാണ്. പീറ്റർ ഇത്രയും നാൾ നിന്നെ കളിപ്പിക്കുകയായിരുന്നു. നീ ഇനി അതൊന്നും നോക്കേണ്ട ആവശ്യമില്ല. അവനോട് പ്രതികാരം ചെയ്തേ പറ്റുള്ളൂ എന്ന് അയാൾ പറയുകയും ഹാരി ദേഷ്യത്തോടെ ആ കണ്ണാടി എറിഞ്ഞ് പൊട്ടിക്കുകയും ചെയ്യും. നോക്കുമ്പോൾ ആ കണ്ണാടിക്കപ്പുറം മറ്റൊരു സ്ഥലം കിടക്കുകയാണ്. അവൻ ആ രഹസ്യവാതിലിലൂടെ എന്താണെന്ന് മനസ്സിലാവാതെ ഉള്ളിലേക്ക് കയറി നോക്കുമ്പോൾ അവൻ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു സ്ഥലമാണ് അവിടെയുള്ളത്. നോക്കിക്കൊണ്ടിരിക്കുന്നതിനിടെ അവിടെ അച്ഛന്റെ മാസ്ക് കണ്ട് അവൻ പേടിച്ച് പിന്മാറുമ്പോൾ അവിടെ മുഴുവൻ ലൈറ്റ് ഓൺ ആവുന്നു. അപ്പോഴാണ് അവൻ ഇതുവരെ അറിയാത്ത ഒരു പരീക്ഷണ ലാബ് അച്ഛൻ ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു എന്നുള്ള കാര്യം അവന് മനസ്സിലാവുന്നത്. അവിടെ അച്ഛൻ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്ന ദുഷ്ടശക്തിയുടെ എല്ലാ സാധനങ്ങളും അതുപോലെ തന്നെ ഇരിക്കുന്നുണ്ട്. പിറ്റേന്ന് മേരി ജെയിൻ തന്റെ കല്യാണത്തിനായി ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അവൾ ആകെ വിഷമത്തിലാണ്. അവളെ കെട്ടാൻ പോകുന്നവനും ആളുകളുമെല്ലാം മേരി ജെയിൻ വരുന്നതും കാത്ത് റെഡിയായി നിൽക്കുന്നു. അല്പസമയത്തിനുള്ളിൽ മറ്റൊരു പെൺകുട്ടി ഒരു കത്തുമായി അവിടേക്ക് വരികയും അത് ചെറുക്കന്റെ കയ്യിൽ കൊടുക്കുകയും ചെയ്യുന്നു. അത് വായിക്കുന്നതോടെ അവൾ ഒളിച്ചോടി പോയിരിക്കുകയാണെന്നുള്ള കാര്യം അവർക്കെല്ലാവർക്കും മനസ്സിലാവുന്നു. ഈ സമയം മേരി ജെയിന്റെ കല്യാണം നടക്കുന്നതോർത്ത് പീറ്റർ വിഷമിച്ചിരിക്കുകയാണ്. പെട്ടെന്ന് പിന്നിൽ ആരോ വിളിക്കുന്നത് കേട്ട് അവൻ നോക്കുമ്പോൾ അവൾ അവിടെ നിൽക്കുന്നു. ഞാൻ നിന്നെ ഒരുപാട് ഇഷ്ടപ്പെട്ടു പോയെന്നും നീ ഇല്ലാത്ത ഒരു ജീവിതം എനിക്ക് പറ്റില്ലെന്നും അവൾ പറയുമ്പോൾ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞതല്ലേ എന്ന് പീറ്റർ ചോദിക്കുന്നു. അതെല്ലാം എനിക്കറിയാം, പക്ഷേ ഇത് ഞാൻ തീരുമാനിച്ചത് തന്നെയാണ്. നിനക്ക് ഒരുപാട് അപകടങ്ങൾ ഉണ്ടാവുമായിരിക്കാം, പക്ഷേ അവയെല്ലാം നിന്നോടൊപ്പം നിന്ന് ഞാൻ നേരിടും. തൃപ്തിയില്ലാത്ത ഒരു ജീവിതം നയിക്കുന്നതിനേക്കാൾ നല്ലത് കുറച്ച് അപകടങ്ങളൊക്കെ ഉണ്ടെങ്കിലും നിന്റെ കൂടെ ജീവിക്കുന്നതാണ്. അതുകൊണ്ട് ഞാനിനി നിന്നോടൊപ്പം തന്നെ ഉണ്ടാവുമെന്ന് അവൾ പറയുകയും അവിടെ വെച്ച് അവർ ഒന്നിക്കുകയും ചെയ്യുന്നു. പെട്ടെന്ന് അവിടെ പോലീസ് വണ്ടികൾ പോകുന്ന ശബ്ദം കേൾക്കുകയും അവനും പോകാൻ സമയമായെന്ന് മനസ്സിലാക്കുന്ന മേരി ജെയിൻ പോയി നിന്റെ കടമ നിർവഹിക്കാൻ പറയുകയും ചെയ്യും. ഇതോടെ അവൻ സന്തോഷത്തോടെ ജനങ്ങളെ രക്ഷിക്കാനായി പഴയതുപോലെ തന്നെ പോകുന്നു. ഇവിടെ വെച്ച് സിനിമ അവസാനിക്കുന്നു. 2004 $200 മില്യൺ ബഡ്ജറ്റിൽ പുറത്തിറങ്ങിയ ഈ സിനിമ $789 മില്യൺ ബോക്സ് ഓഫീസ് കളക്ഷൻ നേടിയത്.